सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मं सिधमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् सततं रामचरितामृतसागरम्। अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम्। गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम्। हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे। जानकी कान्तस्मरणं जय जय राम राम। ധർമ്മത്തിൻ്റെ വിഗ്രഹമായ ശ്രീരാമചന്ദ്രൻ്റെ കഥ അഥവാ സീതാദേവിയുടെ ചരിത്രം ആയ വാൽമീകി രാമായണം ഗായത്രി മന്ത്ര വ്യാഖ്യാന വിചാരം അങ്ങനെയും പറയാം. അത് ഇന്നുവരയ്ക്കും ശ്ലോകം പ്രതി ശ്ലോകം ആരും വിചാരം ചെയ്തതായിട്ട് അറിവില്ല. വിചാരം എന്ന് പറഞ്ഞാൽ സത്സംഗരൂപത്തിൽ ഈച്ച് ആൻഡ് എവറി ലൈൻ ശ്രദ്ധിച്ച് പോകണ ഒരു പതിവ് ഇല്ല. പൊതുവിൽ ചുരുക്കി കഥാരൂപത്തിൽ ശ്രവണം ചെയ്തു പോണ പതിവേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതൊരു തപസ്സായി ഗായത്രി മന്ത്ര വ്യാഖ്യാന രൂപേണ ഒരു തപസ്സു പോലെ തകാരത്തിൽ നിന്നും ആരംഭിച്ച ഈ രാമായണം അതിനൊരു തപസ് രൂപത്തിൽ ശ്രവണം ചെയ്തു വരികയാണ്. പ്രഥമ സർഗം നാരദൻ്റെ
ഒരു നരേഷൻ ചുരുക്കത്തിൽ ഭംഗിയായി വാൽമീകിക്ക് രാമകഥ, രാമായണം ഉപദേശിക്കുകയാണ്. രാമൻ വനവാസത്തിലേക്ക് പോയി. അഗ്നി സമാനമായ ഋഷികളുടെ ഉപദേശപ്രകാരം രാക്ഷസ നിഗ്രഹം ഒക്കെ നടത്തി രാവണ സഹോദരിയായ ശൂർപ്പണഖ, വളരെയധികം കാമമോഹിനിയായ സുന്ദരിയായ, ഏത് രൂപവും എടുക്കാൻ പ്രാപ്തിയുള്ളതായിട്ടുള്ള ശൂർപ്പണഖയെ വിരൂപമാക്കി. എന്ന് വെച്ചാൽ സകലാംഗമായിട്ടിരുന്ന ശൂർപ്പണഖയെ വികലാംഗയാക്കി. അതില് ക്രോധം മൂർച്ഛിച്ച് രാവണൻ മാരീചൻ എന്ന അസുരന്റെ സഹായത്തോടുകൂടി രാമന്റെ ആശ്രമത്തിലേക്ക് വരുന്നു. ഇതുവരെയുള്ള സന്ദർഭം ചുരുക്കത്തിലുള്ള ആ ഔട്ട്ലൈൻ നമ്മൾ കണ്ടുവന്നു. സഹായം വരയാമാസ മാരീചം നാമരാക്ഷസം വാര്യമാണസ്സു ബഹുശഃ മാരീചേന സ രാവണഃ. സഹായം വരയാമാസ, രാവണൻ സഹായം ചോദിക്കുകയാണ് മാരീചനോട്. മാരീചം നാമരാക്ഷസം, ആ രാക്ഷസന്റെ പേര് മാരീചം, മാരീചൻ. വാര്യമാണഃ സുബഹുശഃ മാരീചേന സ രാവണഃ. അപ്പോ രാവണൻ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. എൻ്റെ സഹോദരിക്ക് സംഭവിച്ചതും അവിടുത്തെ അസുരന്മാർക്ക് സംഭവിച്ചതും ഒക്കെ വന്ന് ക്രോധം മൂർച്ഛിച്ചിട്ട് രാവണൻ മാരീചന്റെ സഹായത്തോടുകൂടി വരാൻ പോവാണ്. അപ്പൊ മാരീചൻ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുത്തു രാമനെ പറ്റി. ന വിരോധോ ബലവതാ ക്ഷമോ രാവണതേന തേ അനാദൃത്യതു തദ്വാക്യം രാവണ കാലചോദിതഃ. മഹാബലനായിട്ടുള്ള രാമനോട് ഈ കാര്യത്തിൽ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു സൂചന അല്ലേ. നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയും ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, ഇതിന്റെ ഫലം ഇതാണ് അല്ലെ, മുതിർന്നവരൊക്കെ പറയും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അവരെ വാക്ക് കേൾക്കാതിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവര് പറഞ്ഞതുണ്ടല്ലോ പതുക്കെ ഫലവത്താകുമ്പോൾ വിചാരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു വിചാരിക്കും. ആ ടൈം കഴിഞ്ഞു പോയി, വേണ്ടായിരുന്നു എന്ന് തോന്നും അല്ലേ. ഒരിടത്ത് കയറി ഇറങ്ങിയതിന് ശേഷം വേണ്ടായിരുന്നു എന്ന് തോന്നും. അതുപോലെ ക്രോധമൂർച്ഛിതനായിട്ടുള്ളത്, ഈ ക്രോധം വന്നുണ്ടല്ലോ നമ്മുടെ സമനില മുഴുവൻ തെറ്റി. അങ്ങനെ ഈ ക്രോധമൂർച്ഛിതനായിട്ടുള്ള രാവണന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, അല്ലയോ രാവണ, കുറച്ചൊക്കെ ക്ഷമ വേണം. ഇത് ആരാ എതിർവശത്ത് നിൽക്കണമെന്ന് അറിയാമോ? സാക്ഷാത് നാരായണൻ. ധനുർവിദ്യയിലും ഒക്കെ അഭ്യാസത്തിലും ഒക്കെ പ്രഗത്ഭൻ. പരശുരാമനെ പോലും മുന്നിൽ നിന്ന് എതിർക്കാൻ തക്കതായിട്ടുള്ള ശക്തിയുള്ള ആള്. അവരെ കുറിച്ചുള്ള വിവരമൊക്കെ അറിയോ അങ്ങക്ക് ചോദിച്ചു. അതുകൊണ്ട് ബുദ്ധി ഇപ്പൊ അങ്ങോട്ട് പോവാതിരിക്കല. അനാദൃത്യതു തദ്വാക്യം അല്ലെ. ക്രോധം വന്ന ആരെ വാക്കൊന്നും കേൾക്കില്ല. ആര് പറഞ്ഞാലും ശരി, നമ്മുടെ ഇമോഷനിൽ വരണ തീരുമാനം ഉണ്ടല്ലോ, ദാറ്റ് ഡിസിഷൻ ഇറ്റ്സെൽഫ് ഇസ് ഫോൾട്ട്. അത് ഫോൾട്ട് ആവാതെ വഴിയേ ഇല്ല. അതുകൊണ്ട് വികാരത്തിന്റെ പിന്നാലെ പോയാൽ അത് വലിയൊരു കുഴപ്പമുണ്ടാക്കും, ഇല്ലെങ്കിൽ വിഷമം എന്നൊരു വികാരം കൂടുതലായിട്ടുണ്ടാക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് എന്താ വേണ്ടത്? ക്ഷമയാണ് വേണ്ടത്. ആ ക്ഷമ രാവണനില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ക്രോധം മൂർച്ഛിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലാഗ്നി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലചോദിതഃ, കാലനാൽ ആകർഷിക്കപ്പെട്ട്
അല്ലേ? ആ കാലം, ഡെത്തിന്റെ ഒരു പുള്ളുണ്ടല്ലോ, ആ ഡെത്തിന്റെ ഒരു പുള്ളുള്ളത് കൊണ്ട് അതൊക്കെ കേട്ടില്ല അത്ര, ആ വാക്കൊന്നും കേൾക്കാതെ പോയി. ജഗാമ സഹമാരീചഃ തസ്യാശ്രമപദം തഥാ തേന മായാ വിനാ ദൂരം അപവാഹ്യ നൃപാത്മജൗ. ജഗാമസഹ മാരീചഃ, അങ്ങനെ മാരീചനോടൊത്ത് അങ്ങട് പോയി. തസ്യ ആശ്രമപദം തഥാ, അവരുടെ ആശ്രമത്തിലേക്ക് പോയി. തേന മായാ വിനാ ദൂരം, അവിടെ ഒരു മായാമാനിന്റെ വേഷം കെട്ടി 2 നൃപാത്മജന്മാരുടെ, രാജകുമാരന്മാരെ ദൂരത്തേക്ക് മാറ്റിയത്രേ. കാരണം രാമൻ ഇതിനെ കണ്ട് മോഹിച്ചു പോയി. ഒരു മാനിനെ കണ്ടപ്പോ, മാനിനെ കണ്ടപ്പോ രാമോ മോഹിതഃ, രാമൻ മോഹിച്ചു പോയി. സീതയുണ്ടല്ലോ അതിന് ബലം കൊടുത്തു അത്ര അല്ലേ. ഒരു മോഹം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനൊരു മോഹമുണ്ട്, എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ ഒരു മായ, കാരണം നല്ലവണ്ണം അറിയാം വർണ്ണ നിറത്തിൽ ഒരു മാനൊന്നുമില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ ഇത് മായയാണ് എന്ന് വിചാരിക്കും അല്ലേ. നമ്മളൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്, മരുഭൂമിയിലെ നീര് പോലെയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടാണ് മാരീചെന്ന് പേര്, മരുമരീചിക എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ അത് ഉള്ളതുപോലെ തോന്നും. മരുഭൂമിയിലെ നീരുണ്ടല്ലോ അത് ഉള്ളതുപോലെ തോന്നും അത്ര. അടുത്തടുത്ത് പോകും തോറും ജലം കൂടിക്കൊണ്ടിരിക്കും. ചില മാനൊക്കെ ഉണ്ടല്ലോ ഈ മരുഭൂമിയിൽ പോയിട്ട് ഈ വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് ഇതിന്റെ പിന്നാലെ ഓടി 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 അവസാനം ചത്തുപോകുന്നു. പാവം ശിവ പോയി ചത്തുപോകുന്നു. നമുക്കൊരു മോഹമാണ് രാമന് കുഴപ്പമുണ്ടാക്കിയത്, ഒരു മോഹമാണ് സീതയ്ക്ക് കുഴപ്പമുണ്ടാക്കിയത്. രാമൻ പിന്നാലെ പോയി, ആ മാരീചൻ അവിടെ നിന്ന് രാമന്റെ ശബ്ദം ഉണ്ടാക്കി, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് രാമന്റെ ശബ്ദം ഉണ്ടാക്കി എത്രയോ ദൂരത്തേക്ക് ഓട്ടിച്ചു. ഇത് കേട്ടപ്പോഴേ കുഴപ്പമില്ല, എന്നാൽ ഇത്ര വലിയ വില്ലാളി വീരൻ, പല രാക്ഷസന്മാരെയും ഇല്ലാതാക്കാൻ കഴിവുള്ള രാമൻ, അത് ഓർക്കാതെ സീത ലക്ഷ്മണന്റെ അടുത്ത് പോകാൻ നിർദ്ദേശിക്കണു. ലക്ഷ്മണൻ പറഞ്ഞു, വേണ്ട അമ്മേ, ജ്യേഷ്ഠൻ ബലവാനാണ്, അതുകൊണ്ട് നമ്മള് ഭയപ്പെടേണ്ടത് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സീതയുടെ ഉള്ളില് നെഗറ്റീവ് തോട്ട് ഈസ് കമ്മിങ്. എന്തിനാ ലക്ഷ്മണൻ ഇങ്ങനെ പറയണത്? ആ ടൈമിൽ രക്ഷിക്കാൻ പോകാതെ ലക്ഷ്മണൻ എന്താ പറയണത്? കാരണം രാമൻ പറയാണ്, ലക്ഷ്മണ നീ കാവല് നിൽക്കുക, ഇവിടെ സീതയ്ക്ക് കാവലായിട്ട് നിൽക്കുക. അവസാനം ലക്ഷ്മണൻ ഒരു രേഖ വെച്ചു അത്രേ, ലക്ഷ്മണരേഖ. ഈ രേഖയ്ക്ക് അപ്പുറത്ത് അമ്മ കടക്കാൻ പാടില്ല എന്നൊരു വാക്ക് കൊടുത്തു. നോക്കൂ, ഒരു മോഹമാൻ വന്നതേ ഉള്ളൂ, ഒരു മായാമാൻ വന്നതും ഫുള്ളി കൊളാപ്സ്ഡ് അല്ലെ. ഒരാൾ മാത്രമല്ല, മോഹിച്ചു പോയതും അതിന് പ്രചോദനം നൽകിയതും സംരക്ഷിക്കാൻ നിന്നവരും മൊത്തം ഒരേ ഒരു സ്കിപ്പിലും എല്ലാം പോയി. കൂടെ നിന്നവരും വന്നവരും പോയവർക്കും ഒക്കെ ബാധിക്കപ്പെട്ടു. അങ്ങനെ ലക്ഷ്മണൻ അങ്ങോട്ട് പോണു. അവിടെ പോയപ്പോ അങ്ങനെ ഒന്നുമില്ല, രാമനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ തന്നെ മനസ്സിലായി എന്തോ അപകട സൂചനയുണ്ട്. അടുത്തേക്ക് വന്നു. രാവണൻ ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ വന്ന് യാചിച്ചു, ഭിക്ഷ കൊടുക്കാൻ പറഞ്ഞു. ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്ത് കടന്നു വന്ന് ഭിക്ഷ കൊടുത്തു. അതോടുകൂടി രാവണന്റെ രൂപം മാറി. പുഷ്പക വിമാനത്തില് സീതയെ അപഹരിച്ചുകൊണ്ട് പോവാണ്. ജഹാര ഭാര്യാം രാമസ്യ ഗൃദ്രം ഹത്വാ ജടായുഷം ഗൃദ്രം ച നിഹിതം ദൃഷ്ട്വാ ഹൃതാം ശ്രുത്വാ ച മൈഥിലീം. ജഹാര ഭാര്യാം രാമസ്യ, അങ്ങനെ രാമന്റെ ഭാര്യയും കൊണ്ടിട്ട് അപഹരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഗൃദ്രം ഹത്വാ ജടായുഷം, ആ ജടായു വന്ന് ഫൈറ്റ് ചെയ്തു. ജടായു ആരാ? കഴുകൻ, ഗരുഡൻ. ഗരുഡൻ ആരാ? ഭഗവാന്റെ തന്നെ വാഹനം. ആ ഗരുഡൻ ഒരു പക്ഷി സഹായത്തിന് പോവാണില്ലേ. ഇപ്പൊ ഇന്ന് റോഡിൽ ആക്സിഡന്റ് ആയിട്ട് കിടന്നാൽ ഒരു മനുഷ്യൻ സഹായിക്കില്ല. ഇത് ഒരു മനുഷ്യ സ്ത്രീയെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പക്ഷി നോക്കൂ, കാടുമായിട്ട് ഇഴകിച്ചേർന്നു പോയി അവര്.
വർഷക്കണക്കായി അവിടെ, അല്ലേ? അവസാന വർഷമാണ് യുദ്ധം, 14 വർഷത്തിൽ അവസാന വർഷമാണ് യുദ്ധം. അതുവരയ്ക്ക് നല്ല രീതിയിൽ അവർ കാട്ടില് കഴിഞ്ഞു. ആ കാടുമായിട്ട് ഇഴകിച്ചേർന്നു. പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവർക്ക് അറിയാൻ പറ്റി. സർവഭൂതാന്തരാത്മാ, ഉള്ളിലെ സർവഭൂതങ്ങളുമായിട്ടും അവിടെയുള്ള ജീവജാലങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഇഴകിച്ചേർന്നു. ഈ ജടായു എന്ന് ആ കഴുകൻ ഫൈറ്റ് ചെയ്തു. കഴുകന്റെ ചിറകിനെ വെട്ടിയിട്ടു. ഗൃദ്രം ച നിഹിതം ദൃഷ്ട്വാ ഹൃതാം ശ്രുത്വാം ച മൈഥിലീം. ആ ജടായുവിന് മോക്ഷം കൊടുത്തു. രാമൻ സീതയെ തേടി വരുന്ന സമയത്ത് ആ ജടായുവാൽ പറഞ്ഞിരിക്കണു, സീത അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്, രാവണനാൽ അപഹരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശരീരം വിട്ടു. രാഘവ ശോകസംതപ്തോ, വളരെയധികം ശോകത്തോടുകൂടി രാമൻ വിലലാപകുലേന്ദ്രിയ, വല്ലാതെ വിലപിച്ചു, വല്ലാതെ മോഹിച്ചു പോയി. ഞാൻ അമോഹം കണ്ടുണ്ടായി. ഇപ്പൊ സീത ഇല്ലാതായിരിക്കണു, എനിക്ക് സീതയെ അപഹരിക്കപ്പെട്ടിരിക്കണു, എവിടേക്കാ പോകേണ്ടതൊന്നും അറിയില്ല. ജടായു പറഞ്ഞു, ഏതോ ഒരു രാക്ഷസൻ കൊണ്ടുപോയിരിക്കണമെന്ന് പറഞ്ഞു. തതസ്തേനൈവ ശോകേന ഗൃദ്രം ദദ്വാ ജടായുഷം മാർഗമാണോ വനേ സീതാം രാക്ഷസം സന്ദദർശഃ കബന്ധം നാമരൂപേണ വികൃതം ഘോരദർശനം. മാർഗമാണേ വനേ സീതാം, ആ സീതയെ തേടി ആ വനത്തിലൂടെ യാത്ര ചെയ്യണ സമയത്ത് രാക്ഷസം സന്ദദർശഃ, ഒരു രാക്ഷസനെ കണ്ടു. എന്താ രാക്ഷസന്റെ പേര്? കബന്ധം നാമരൂപേണ. കബന്ധൻ എന്ന് പേരുള്ള രാക്ഷസൻ. കബന്ധൻ എന്ന് പറഞ്ഞാൽ ഹെഡില്ലാത്തത്, തലയില്ലാത്തത് എന്നർത്ഥം. കബന്ധം എന്ന് പറഞ്ഞാൽ ശരീരം, തലയില്ലാത്ത ശരീരത്തെയാണ് കബന്ധം എന്ന് പറയണത്. അങ്ങനെ തലയില്ലാത്ത ഒരു വിരൂപമായിട്ടൊരു രൂപത്തിനെ കണ്ടു, ഒരു വികൃതമായിട്ടുള്ള ഒരു ഘോര രൂപത്തിനെ കണ്ടു. വികൃതം ഘോരദർശനം, അവികൃതമായ ഒരു രൂപത്തെ കണ്ടു രാമൻ. തം നിഹത്യ മഹാബാഹുഃ ആഹസ്വർഗതശ്ച സഹ സചാസ്യ കഥയാമാസ ശബരീം ധർമ്മചാരിണീം. തം നിഹത്യ മഹാബാഹുഃ, ആ മഹാബാഹു ആയിട്ടുള്ള രാമൻ ആ രാക്ഷസനെ വധിച്ചു. ആ രാക്ഷസനെ ദഹിപ്പിച്ച സമയത്ത് ദദാഹ സ്വർഗദാശ്ച സഹ, ദഹിപ്പിച്ച സമയത്ത് ആ രാക്ഷസൻ ആ രൂപം മാറി ഒരു ഗന്ധർവ രൂപമായിട്ട് ആ ഗന്ധർവൻ സ്വർഗത്തിലേക്ക് പോയി. പോണ വഴിക്ക് ഗന്ധർവൻ രാമന് ഉപദേശിച്ചു, നിങ്ങളിപ്പോ സീതയെ തേടിയുള്ള മാർഗം, നിങ്ങൾ നേരെ ശബരിയിൽ പോവുക, അവിടെ ശബരി മാതാവിനെ കാണുക. ധർമ്മചാരിണിയായിട്ടുള്ളതും നല്ല തപസ്വിയുമായിട്ടുള്ളൊരു അമ്മ അവിടെ ഉണ്ട്. ശ്രമണാം ധർമ്മനിപുണാം അഭിഗച്ഛേതി രാഘവ സോഭ്യഗച്ഛൻ മഹാതേജാഃ ശബരീം ശത്രുസൂദനഃ. മഹാതേജാഃ ശത്രുസൂദനഃ രാഘവ. രാഘവന്റെ വിശേഷമാണ്, രാമന്റെ വിശേഷമാണ് മഹാതേജൻ, നല്ല പ്രകാശമാനമായിട്ടുള്ളതും ശത്രുസൂദനായിട്ടുള്ളതും ശത്രുവിനെ ഇല്ലാതാക്കാൻ കഴിവുള്ളതുമായ ആ രാമൻ ശ്രമണാം, നല്ല തപസ്വിയായ ശബരിമാതാവിൻ്റെ അടുത്തേക്ക് പോയി. എങ്ങനെ ഇരിക്കണു ശബരിമാതാവ്? ധർമ്മനിപുണാം, ധർമ്മം പരിപാലിക്കപ്പെട്ട് ധർമ്മത്തോടുകൂടി ജീവിക്കണതായിട്ടുള്ള ആ ശബരിമാതാവിൻ്റെ അടുത്തേക്ക് പോയി. നോക്കൂ, ഇവിടെയാണ് രാമായണത്തിൽ നമ്മൾ കാണേണ്ടത് ഉച്ചനീചത്വം എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താ ഉച്ചനീചത്വം? ഇവിടെ ശബരി എന്ന് പറയുന്ന ഒരു താഴ്ന്ന കുലത്തിലുള്ള ഒരമ്മ. ഈ അമ്മയ്ക്ക് വളരെയധികം ഭക്തി. അമ്മയുടെ തപസ് എന്ന് പറഞ്ഞാൽ സാക്ഷാത് നാരായണൻ മുന്നിൽ വരണം. മുന്നിൽ വന്നിരിക്കുകയാണ് രാമരൂപത്തില്. എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള സന്തോഷം. ഇവരെ ശുശ്രൂഷിക്കണു, രാമലക്ഷ്മണന്മാരെയൊക്കെ ശുശ്രൂഷിക്കണു, ഒക്കെ ചെയ്ത്
നല്ല നല്ല ഫലങ്ങൾ കൊടുക്കണു കഴിക്കാൻ. എന്താന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് ഭക്തിയില് രാമന് കൊടുക്കണതും ഒരിക്കലും മധുരം കുറഞ്ഞ ഫലങ്ങളാവരുത് എന്നൊരു ഒരു നിശ്ചയമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്വയം കടിച്ച് നോക്കിയിട്ട് ഓരോന്നായിട്ട് കടിച്ച് കടിച്ച് കളഞ്ഞ് നല്ല രുചിയുള്ളതിനെ രാമന് കൊടുത്തു അത്രേ. അപ്പൊ ലക്ഷ്മണൻ തടുക്കുകയാണ്, ശുചിയില്ല, കടിച്ചതിന്റെ എച്ചിലാണോ ഭഗവാന് കൊടുക്കണത്, രാമന് കൊടുക്കണത്. അതിനെ തടുത്തപ്പോ രാമൻ പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, ഇവിടെ തന്നോളൂ. അവര് ഭക്തിയിലാണ് തരണത്, അവരുടെ ഭക്തിയിലാണ് ആ സ്വീറ്റ്നെസ് എന്നല്ലാതെ ആ ഫലത്തിലല്ല. അവരുടെ ഭക്തിയിലാണ് അതിന് സ്വീറ്റ്നെസ് ഉണ്ടോ നോക്കിയത്, പക്ഷെ ഞാൻ അവരുടെ ഭക്തിയിലാണ് സ്വീറ്റ്നെസ് കണ്ടത്. അതുകൊണ്ട് അവിടെ ഉച്ചനീചത്വത്തിന്റെ കഥയേ ഇല്ല. കാരണം രാമായണം നമ്മൾ പഠിക്കാത്തടത്തോളം ഉച്ചനീചത്വം നമ്മുടെ ഉള്ളിലിരിക്കും. ആരെങ്കിലുമൊക്കെ പാടണതും കേൾക്കണതും ഒക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ ഉച്ചനീചത്വമാണെന്ന് കരുതും. പക്ഷേ രാവണൻ കുറഞ്ഞ കുലമൊന്നുമല്ല. നമ്മുടെ ഉച്ചനീചത്വത്തില് രാവണന്റെ കുലം ഏതാന്ന് വെച്ചാൽ ബ്രാഹ്മണ കുലമാണ്. വളരെയധികം സംസ്കൃത പണ്ഡിതനും ശാസ്ത്ര പണ്ഡിതനും തപസ്വിയൊക്കെയാണ് രാവണൻ. പക്ഷേ ഉള്ളില് ആ ആസുരികത ഇല്ലേ, ഗുണസമ്പത്തിലാണ് ഇരിക്കുന്നത് അല്ലെ. ബ്രാഹ്മണത്വം അത് ജന്മനാ കൽപ്പിതമല്ല, അത് ഗുണസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് രാമായണം. കാരണം ക്ഷത്രിയനായിട്ടുള്ള രാമൻ ബ്രാഹ്മണ ഹത്യയാണ് ചെയ്യാൻ പോണത്. അത് കുലബ്രാഹ്മണനല്ല കേട്ടോ. അവൻ ഉള്ളിൽ ചണ്ടാളത്വം വെച്ചിട്ട് ബ്രാഹ്മണൻ എന്ന് ആരോപിച്ചാൽ അത് ആരോപണം ശരിയില്ല. അതേസമയത്ത് ക്ഷത്രിയനായിട്ടുള്ള രാമൻ ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ട് രാവണ നിഗ്രഹം ചെയ്യണം, രാക്ഷസ നിഗ്രഹം ചെയ്യണം. അങ്ങനെ ആ ശബരിയുടെ ഭക്തി രാമൻ വളരെയധികം ആസ്വദിച്ചു. ശബരിയാ പൂജിത സമ്യക്. അങ്ങനെ ആ ശബരി രാമനെയും ലക്ഷ്മണനെയും ഒക്കെ സമ്പൂർണമായിട്ട് എങ്ങനെ പൂജിക്കാൻ പറ്റുമോ ആ പൂജകളെല്ലാം കൊടുത്തു. പൂജ എന്ന് പറഞ്ഞാൽ അർഹം എന്നർത്ഥം. ഒരു ആദിത്യ മര്യാദ എന്നാണ് അർത്ഥം. മര്യാദ എന്ന് പറഞ്ഞാലും പൂജ എന്ന് അർത്ഥമുണ്ട്. പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദിത്യ മര്യാദ എന്ന് പറഞ്ഞാൽ അതിഥിയെ വന്നിട്ട് തലയിൽ കൂടെ വെള്ളം ഒഴിച്ച് അഭിഷേകം ചെയ്ത് പാവാടയൊന്നും ഉടുപ്പിക്കണ്ട. എന്ത് ചെയ്യണം? അതിഥിയെ നല്ലവണ്ണം അവർ അർഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അർഘ്യപാദ്യാദികളൊക്കെ കൊടുക്കേണ്ടതിനെയാണ് പൂജ എന്ന് പറയണത് അല്ലേ. അവർക്ക് എന്ത് ആവശ്യമുണ്ടോ ഭക്ഷണം കൊടുക്കല്, അവരെ പരിപാലിക്കല്, ഇത് തന്നെ പൂജ. അങ്ങനെ അവരെയൊക്കെ പരിപാലിച്ചു. രാമോ ദശരഥാത്മജ പമ്പാതീരേ ഹനുമത സംഗതോ വാനരേണ. പമ്പാതീരത്തില് നോക്കൂ, ശബരിമല എല്ലാം കണക്റ്റഡ് ആയിട്ട് വരണം. എവിടെയോ ഇരുന്ന് വാൽമീകി പമ്പാതീരത്തെ വരെ പറഞ്ഞിരിക്കുകയാണ്. ശബരി തീരം അല്ലെ, ശബരി ഇരുന്ന ശബരിമല. നോക്കൂ, വാൽമീകി ഒന്നും ഈ കേരള ഭാഗത്തോട്ടോ അല്ലെങ്കിൽ രാമേശ്വര ഭാഗത്തോട്ടോ ലങ്കാ ഭാഗത്തോട്ടോ ഒന്നും വന്നിട്ടില്ല. പല ബുദ്ധിജീവി എന്ന് നടിക്കണവരൊക്കെ പറഞ്ഞിരിക്കുന്നത് വാൽമീകി പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു ചെറിയ ചാല് കടന്നുപോയി യുദ്ധം ചെയ്ത കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്നാണ് പറയണത്. കാരണം നമ്മളും അത് വിശ്വസിക്കും. കാരണം ശാസ്ത്രമായിട്ട് നമുക്ക് ബന്ധമേ ഇല്ല. ശാസ്ത്രമായിട്ട് നമ്മൾ ടച്ചേ ഇല്ലാത്തടത്തോളം വിഘടനവാദികളായിട്ടുള്ളതും നമ്മുടെ ഈ ശാസ്ത്രത്തിന്റെ മൂല്യത്തെ ഇല്ലാതാക്കാൻ വ്രതമെടുത്തിരിക്കണവരും പറയണതെന്ന് നമ്മൾ വിശ്വസിക്കും. കാരണം അതാണ് കലികാലം എന്ന് പറയുന്നത്. ഈശ്വരവചനം ആരും വിശ്വസിക്കില്ല, സദ്ഗ്രന്ഥങ്ങൾ ആരും പാരായണം ചെയ്യില്ല. എല്ലാവരും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണതിനെ കേട്ടിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കും. അത്ര യു ഹാവ് ടു റെഫർ വിത്ത് ശാസ്ത്ര. ശാസ്ത്രമായിട്ട് നമുക്കൊരു റെഫറൻസ് വേണം. അതുപോലെ തന്നെ ശ്രോത്രിയനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്നും നമ്മൾ ഇതെല്ലാം കേട്ടുമിരിക്കണം. ഇത് രണ്ടും നമുക്കില്ല അല്ലേ. ഗുരു എന്ന് പറഞ്ഞാലേ എവിടെയോ ദൂരയ്ക്ക് ഗൂഗിളാണ് നമുക്ക് ഗുരു. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ആരെങ്കിലുമൊക്കെ വേഷം കെട്ടിയിരിക്കണ ആൾക്കാരാണ് നമുക്ക് ഗുരു എന്നല്ലാതെ സദ്ഗുരു ശ്രോത്രിയനായിട്ടുള്ളൊരു ഗുരു ഒന്നും നമുക്കില്ല. അതാണ് നമ്മുടെ മൂല്യച്യുതിയുടെ കാര്യം. പമ്പാതീരേ ഹനുമത്തെ. ആ പമ്പാതീരത്തിലാണ് ഹനുമാനെ കാണുന്നത്. സംഗതോ വാനരേണ. ഒരുപാട് വാനരന്മാരുമായിട്ട് സംഘം ചേർന്നിരിക്കും. വാനരന്മാരുടെ തലവനായിട്ട് ഹനുമാൻ എവിടെ ഇരിക്കണം? ഹനുമത് വചനാച്ചൈവ സുഗ്രീവേണ സമാഗതഃ സുഗ്രീവായ ച തത്സർവം ശംസദ് രാമോ മഹാബലഃ. ഹനുമാത് വചനാച്ചൈവ
സുഗ്രീവേണ സമാഗതഃ. ആ ഹനുമാന്റെ വചനം കൊണ്ട് സുഗ്രീവേണ സമാഗതഃ, സുഗ്രീവന്റെ അടുത്തേക്ക് ഹനുമാൻ കൊണ്ടുപോയി. സുഗ്രീവൻ എന്ന് പറയുന്നത് കുരങ്ങന്മാരുടെ, വാനരന്മാരുടെ ഒരു കൂട്ടം, ഒരു 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 തലവൻ, ഒരു രാജാവ്. സുഗ്രീവായ ച തത്സർവം ശംസദ് രാമോ മഹാബലഃ. ആ സുഗ്രീവന്റെ അടുത്ത് സർവം പോയി രാമൻ പറഞ്ഞിരിക്കണു. തത് യഥാവൃത്തം സീതായാശ്ച വിശേഷതഃ സുഗ്രീവശ്ചാപി തത്സർവം ശ്രുത്വാ രാമസ്യ വാനരഃ. ആ രാമനിൽ നിന്നും സീതയെ അപഹരിക്കപ്പെട്ടതും ആ ചരിത്രം മുഴുവൻ ഒന്നൊന്നായിട്ട് ആ വൃത്താന്തം മുഴുവൻ സുഗ്രീവൻ കേട്ടു. ആ സുഗ്രീവൻ ഒരുപാട് വിഷമിച്ചു ഇതെല്ലാം കേട്ട്. ചകാര സഖ്യം രാമേണ, ഇത് കേട്ടതും രാമനുമായിട്ട് സഖ്യം ചേർന്നു, രാമനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചു. സാക്ഷികം തതോ വാനരരാജേന വൈരാനുകഥനം പ്രതി. ചകാര സഖ്യം രാമേണ, രാമനുമായിട്ട് നല്ല സഖ്യമുണ്ടാക്കി. പ്രീതശ്ചൈവാഗ്നി സാക്ഷികം, അഗ്നിസാക്ഷിയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെയും അഗ്നിസാക്ഷിയായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കൂടെ വയ്ക്കുന്നത്. സഖ്യം കൂടെയും നമ്മൾ ആരുമായിട്ട് സഖ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ റിച്വലിറ്റി ആയിട്ട്, സത്സംഗം തന്നെയാണ് നമുക്ക് വേണ്ടത്. സത്തുക്കളായിട്ട്, അതിനെന്താ, അഗ്നിസാക്ഷിയായിട്ടാണ് നമ്മുടെ സർവകർമ്മങ്ങളും നടക്കുന്നത്. ആ സർവകർമ്മത്തിൻ്റെയും ആ അഗ്നിസാക്ഷിത്വത്തോടു കൂടി നമ്മൾ നടത്തുന്ന കർമ്മം വിജയിക്കും. അതുകൊണ്ട് അഗ്നിസാക്ഷിയില് സഖ്യം ചെയ്തു, പരസ്പര വിശ്വാസമുണ്ടായി. തതോ വാനരരാജേണ വൈരാനുകഥനം പ്രതി. ആ വാനരരാജനും തിരിച്ചങ്ങട് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു, അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ജ്യേഷ്ഠൻ തന്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് പോയതും അതേ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. രാമായ വേദിതം സർവം പ്രണയാദ് ദുഃഖിതേന ച പ്രതിജ്ഞാതം ച രാമേണ തദാ ബാലിവദം പ്രതി. അങ്ങനെ രാമൻ പ്രതിജ്ഞ ചെയ്യാണ്, ആ ബാലിയെ വധിച്ച് തൻ്റെ പത്നിയെ തനിക്ക് ഞാൻ തിരികെ നൽകും. അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് ആ പ്രണയത്തില് ദുഃഖിച്ചുപോയ സുഗ്രീവനെ ആശ്വസിപ്പിച്ച് രാമൻ കെട്ടിപ്പുണർന്ന് ആ ബാലിവധം നടത്താനുള്ള തീരുമാനം എടുക്കണു. രാമകഥ ഒരു ഷോർട്ടായിട്ട് അല്ലേ, ഈ രാമായണ മാസത്തിൽ നമ്മൾ ഒരു റെക്കോർഡിക്കലി നമ്മൾ വച്ചിരിക്കണം. ഷോർട്ടായിട്ട് ഈ കഥ ശ്രവണം, അല്പ തത്വത്തെ അങ്ങോട്ട് കൊടുത്തു പോവാം. ഇതിന് തത്വമൊന്നും വേണ്ട, രാമായണം തന്നെ ഒരു തത്വമാണ്. അതില് രാമ എന്ന നാമം വലിയൊരു തത്വമാണ്. ആ തത്വം നമ്മളെ കരകയറ്റും. ആ തത്വം ധർമ്മമാണ്. ആ ധർമ്മം സത്യത്തിലേക്കുള്ള ട്രാക്കാണ്. ആ ട്രാക്കിലൂടെ നമ്മൾ പതുക്കെ ശ്രവണം ചെയ്ത് മുന്നോട്ട് പോകാം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.